വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴം താളിച്ചതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എപ്പോഴും ഒരേപോലെയുള്ള കറിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും കിട്ടുന്നതായിരിക്കുമല്ലോ ഈ ഒരു സീസണിൽ. അപ്പോൾ നമ്മൾ മാമ്പഴം താളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതായത് അധികം പഴുത്തതും അധികം പഴുക്കാത്തതുമായ മാങ്ങ എടുക്കരുത്. ഒരു സെമി റൈപ്പൻഡ് ആയിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാങ്ങ ഇതാ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3-4 കാന്താരിയാണ്. അപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതുണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ ഒരു 2 നല്ല എരിവുള്ള പച്ചമുളക് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാങ്ങ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ പഴുക്കാനാകുമ്പോഴുള്ള മാങ്ങയില്ലേ, അങ്ങനെയുള്ള മാങ്ങ വേണം ഇതിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പുളിയും അതുപോലെ തന്നെ കുറച്ച് നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ എടുത്താലേ നമ്മൾ ഈ ഒരു മാമ്പഴം തളിച്ചത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അതുപോലെ തന്നെ കാന്താരി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഒരുപാടങ്ങ് എരിവൊന്നും ഇതിന് വേണ്ട, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട കേട്ടോ, നമുക്ക് മാങ്ങ മാത്രം മതിയാകും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങേൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ മൂടി തുറന്നിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മാങ്ങയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു പഴുക്കാനായ പോലത്തെ മാങ്ങയില്ല എടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇത് ഒരു കുറച്ചും കൂടി വേവാനുണ്ട്. ഇത് നല്ലോണം വെന്തിട്ട് ഉടക്കണം, എന്നാൽ മാത്രമേ ഒരു താളിച്ചതെന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നല്ല ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇത് ഉണ്ടാകുക. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്താലേ ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. പഞ്ചസാരക്ക് പകരം ശർക്കര കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചിലെ വെള്ളം ഒന്നുകൂടി വറ്റാനുണ്ട്, അതുകൊണ്ട് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും ചട്ടിയിൽ ഇരുന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുറുകി കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുളി കൂടുതലുണ്ട് ഈ മാങ്ങക്ക്, അതുകൊണ്ട് ആ ഒരു മധുരമൊക്കെ ഒന്ന് ഇതായി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇതിലേക്ക് ചേർക്കണം. അതുകൊണ്ട് ഞാനിത് ഒരു ഇത്തിരിയും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ, വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടിയും വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, എന്നാൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടി നമുക്കിത് സെർവ് ചെയ്യാം. ഇഡ്ഡലി ആയാലും ദോശ ആയാലും അപ്പം ആയാലും എന്തിൻ്റെ കൂടി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു മാങ്ങ വെച്ചിട്ട് നമുക്കൊരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് അളവിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ പുറത്ത് തന്നെ ഇതൊരു ഏകദേശം ഒരു 2 ദിവസമൊക്കെ ഇരിക്കും. ഇപ്പം കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുപോലെ തന്നെ 1-2 ആഴ്ചയൊക്കെ കേടാകാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാമ്പഴം താളിച്ചതിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്